കഴിഞ്ഞ വർഷം തുടങ്ങിയ ഈ ഗുരുരത്ന അവാർഡ് സ്കീം അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിന് ഇവിടെ വരാൻ എൻ്റെ റിക്വസ്റ്റ് തന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ താല്പര്യം ഉണ്ടാകാൻ കാരണം അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു പ്രോഗ്രാം കൂടുതലും കുട്ടികളും ഉണ്ടാകും എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു തലമുറയിൽ കൂടെ കടന്നു വന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ അല്ല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അധ്യാപകരെ കുട്ടികൾ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർ വേറൊരു തലത്തിലായിരുന്നു. അവർ നമ്മളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ വലിയ ഭയഭക്തി ബഹുമാനത്തോടെയാണ്. പക്ഷെ ഇന്ന് കോളേജുകളിലൊക്കെ അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ മാറ്റങ്ങളൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ പോലും അധ്യാപകരിൽ അവരെ കൊണ്ടുണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ടൊരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഇന്നലെ എൻ്റെ കണക്ക് പഠിപ്പിച്ച 10ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ച പോൾ സാറിൻ്റെ വീഡിയോ കാണുകയുണ്ട്. എൻ്റെ ക്ലാസ് ഗ്രൂപ്പുണ്ട്, എൻ്റെ SSLCക്ക് പഠിച്ച എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രൂപ്പിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പോൾ സാർ റിട്ടയർ ചെയ്ത സമയത്ത് സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ നടന്നു വരുന്ന ഒരു ചിത്രമായിരുന്നു അത്. ആ സാറിൻ്റെ ചിത്രം എൻ്റെ മനസ്സിലില്ലായിരുന്നു. കുറേ വർഷങ്ങളായല്ലോ, 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച ശേഷം അദ്ദേഹത്തെ മറന്നുപോയി. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രൂപത്തെ മറന്നുപോയെങ്കിലും അദ്ദേഹത്തിന് ഇന്നും വളരെ വലിയ ഓർമ്മകളുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വീണ്ടും ഓർക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയർമാൻ ISR ആയ ശേഷം ഞാൻ ഏതോ സ്ഥലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. എൻ്റെ കണക്ക് സാറ് പോൾ സാറിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. എങ്ങനെ ഒരു പോൾ സാറ് എന്നെ, ഒരു കണക്കധ്യാപകനെ എന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ഞാൻ ആ പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിന് എവിടുന്നോ അദ്ദേഹം യൂട്യൂബിൽ നിന്നോ മറ്റോ അത് കണ്ടപ്പോൾ ആ മനസ്സിലുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ. ആ അധ്യാപകനിൽ അദ്ദേഹം പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഒരു ഉന്നത തലത്തിൽ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടായൊരു സന്തോഷം ഒരു ചെറിയ കത്തായിട്ട് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ എനിക്ക് വീട്ടിൽ എനിക്കൊരു പോസ്റ്റ് കവറിൽ പോൾ സാറ് കൈകൊണ്ട് എഴുതിയ, അദ്ദേഹം വളരെ അസുഖബാധിതനായിട്ട് കഴിയുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എഴുതിയ കത്ത് എനിക്കെൻ്റെ കയ്യിൽ കിട്ടി. ആ കത്ത് കിട്ടി ഏകദേശം ഒരു മാസത്തോട് കഴിഞ്ഞ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറയുകയും ചെയ്തു. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാനും കഴിഞ്ഞില്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചും. അപ്പം ഞാൻ പോൾ സാറിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പോൾ സാർ കണക്ക് പഠിപ്പിക്കുന്നത് സാധാരണക്കാർ കണക്ക് പഠിപ്പിക്കുന്ന പോലെയല്ല. അദ്ദേഹം പറയും, കണക്ക് സാറ് പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കരുത്. കണക്ക് സാറ് പഠിപ്പിക്കുന്നത് ശരിയാകണോ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് ശരിയെന്ന്. അങ്ങനെ പറയുന്ന കണക്ക് സാറുമാർ വളരെ കുറവാണ്. കാരണം എല്ലാ സാറുമാരും പറയുന്നത് ഞാൻ പറയുന്നതാണ് ശരിയെന്നും നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നും പറയുന്ന സാറുമാരുള്ളൊരു കാലഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞു, സാറ് ഞാൻ പറയുന്നത് ശരിയല്ല എന്നും അത് നിങ്ങൾ തന്നെ ശരിക്ക് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ശരിയാണോ എന്ന് ബോധ്യപ്പെടണമെന്നും പറയുന്ന ഒരു സാറ് പലപ്പോഴും കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. എൻക്വയറി ചെയ്യാനും കണ്ടുപിടിക്കാനും കുട്ടികളുടെ മനസ്സിനെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയുന്ന ഒരു അധ്യാപകനായിരുന്നു പോൾ സാറ്. അപ്പോൾ പോൾ സാറിനെ പോലെയുള്ള മറ്റു ചില അധ്യാപകർ എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേര് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂൾ എന്നാണ്. അതിവിടെ ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ചില ആളുകൾക്ക് അറിയാമായിരിക്കും. അതൊരു എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിൽ എനിക്ക് വേറെ 2 അധ്യാപകരുണ്ട്. എൻ്റെ ഫിസിക്സ് പഠിപ്പിച്ച രാജൻ ബാബു, അദ്ദേഹത്തിൻ്റെ ചിത്രവും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ട്. അദ്ദേഹം ഫിസിക്സ് പഠിപ്പിക്കുന്നത് വളരെ പ്രത്യേക രീതിയിലാണ്. പുസ്തകത്തിൽ നിന്നൊന്നും പഠിപ്പിക്കില്ല. പുസ്തകം മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് ഞങ്ങളോട് കഥകൾ പറയുകയാണ് ചെയ്യുന്നത്. ഫിസിക്സിൽ എന്താ ഇതിന് മാത്രം കഥ പറയാനെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത് അറിയാവുന്ന അധ്യാപകർക്ക് അറിയാൻ പറ്റും. ഇലക്ട്രിക് മോട്ടോറുകളെക്കുറിച്ചും ഗ്രാവിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള കഥകളാണ് പറയുന്ന പുള്ളി. ഒരു കുട്ടി പോലും പുസ്തകം പഠിക്കാറില്ല. പുസ്തകത്തിന് പുറത്തുനിന്നാണ് എല്ലാം പഠിക്കുന്നത്. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് 45 മിനിറ്റുള്ള ക്ലാസ് കഴിഞ്ഞ് വെളിയിൽ പോയാൽ നമ്മളെല്ലാവരും ആ ക്ലാസ്സിൽ നടന്നതിനെക്കുറിച്ച് പിന്നെ ഒരു 15 മിനിറ്റോളം സംസാരിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഊർജ്ജമാണ് നമുക്ക്. കാരണം അദ്ദേഹം തന്നിട്ടുള്ള ഒരു എനർജി നമ്മുടെ ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. തിരിച്ച് വീട്ടിൽ പോയി നമ്മൾ പുസ്തകമൊക്കെ വായിച്ച് പഠിച്ചോളും. പക്ഷെ പരീക്ഷ എടുക്കാറപ്പോഴാണ് രാജൻ ബാബു സാറിന് മനസ്സിലായത് നമ്മൾ കോഴ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിനി ഒരു 2 ദിവസം കൊണ്ട് ഈ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം 2 ദിവസം കൊണ്ടാണ് പുസ്തകം പഠിപ്പിച്ചത്. കഴിഞ്ഞ മാസക്കണക്കിന് അദ്ദേഹം പുസ്തകമേ പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങളെല്ലാവരും ഫിസിക്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. അപ്പോഴാണ് ആ സീക്രട്ട് മനസ്സിലാകുന്നത്. ഒരു അധ്യാപകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം തൻ്റെ കുട്ടികളുടെ മനസ്സിൽ ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത് ആ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചപ്പോഴാണ്.
ഇങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ഭഗീരഥി അമ്മ, ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും എന്നെ അടുത്ത് വിളിച്ചിട്ട് പറയും, നീ കണ്ടാൽ വളരെ ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നല്ലോ, അമ്മയുടെ ഓരോ കോഴിമുട്ട എല്ലാ ദിവസവും രാവിലെ തരാൻ പറയണം എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ബയോളജി പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ആ ടീച്ചറിന് വളരെ അഭിമാനം ഉണ്ടായി ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ആ വർഷം ബയോളജിക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ SSLC പരീക്ഷയിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ ഒരു ബയോളജി പഠിപ്പിച്ച ടീച്ചർക്ക് ഇതിലിപ്പോൾ ഒരു അഭിമാനം ഉണ്ടാകാൻ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പാസ് ഔട്ട് ആയപ്പോൾ SSLC കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുസ്തകം വാങ്ങിച്ചു തന്നു ബയോളജി ടീച്ചർ. ആ പുസ്തകമായിരുന്നു എൻട്രൻസ് ഗൈഡ് ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT. IIT എന്താണെന്ന് പോലും അറിയാത്ത എനിക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു തന്നത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്. ആ ടീച്ചറും അവരുടെ അവസാന നിമിഷം അവരുടെ അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായ ഒരാളാണ്. എങ്ങനെയോ വിധി കൊണ്ട് അവർ തിരുവനന്തപുരത്ത് എത്തുകയും ആ സമയത്ത് ഞാൻ അവിടെ ഡയറക്ടറായിരിക്കുന്നു വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ. അവർ കിംസ് എന്ന് പറയുന്ന ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്, വളരെ സീരിയസ് ആയിട്ടാണ് എന്ന് അവരെ കാണാൻ ചെന്ന നിമിഷം, ആ നിമിഷത്തിലാണ് അവരെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അപ്പോൾ അതുപോലെ വലിയൊരു ഭാഗ്യം എൻ്റെ ക്ലാസ് ടീച്ചറെ അവരുടെ അവസാന നിമിഷം വരെ കാണാൻ കഴിഞ്ഞ ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അധ്യാപകരുമായിട്ടുള്ള ഒരു കണക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അധ്യാപകരെ ബഹുമാനിക്കാനും, ഈ പറഞ്ഞ പഠിപ്പിക്കുന്നവരെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെ എപ്പോഴൊക്കെ അറിവ് നൽകാൻ കഴിവുള്ള ആളുകൾ ചുറ്റിലുണ്ട്, അവരെല്ലാം നിങ്ങളുടെ അധ്യാപകരാണെന്ന് കാണാനും അത് റെസ്പെക്റ്റ് ചെയ്യാനുമുള്ള ഒരു കൾച്ചർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടർച്ചയായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഈ ഒരു പ്രവർത്തനമാണ് ഗുരുരത്ന അവാർഡ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.